നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ യൂട്യൂബിൽ പ്രക്ഷേപണം ചെയ്ത നാരായണീയം 34-35 വായിക്കുക എന്ന് പറയുന്നുണ്ടായി. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു രാമനും കൃഷ്ണനും ഒന്നാണെന്ന് കാട്ടാൻ ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞു. അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എത്ര വലിയവനായാലും ശരി, അഹംഭാവിയായാൽ അവർക്ക് ഭഗവാൻ ഒരു ചുട്ടു കൊടുക്കും. അത് സഹോദരനായാലും ശരി, ഭാര്യയായാലും ശരി, ഭക്തനായാലും ശരി, സ്വന്തം പിതാവായാൽ പോലും അദ്ദേഹം അത് ചെയ്യും. ഇതുകൂടെ ഇവിടെ എടുത്തു കാട്ടാനാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്, വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത്. അതായത് ഗരുഡൻ അദ്ദേഹത്തിൻ്റെ വാഹനമാണ്. ഈ ഗരുഡന് ഒരു അഹംഭാവം ഉണ്ടായിരുന്നു. എന്താണ്? അരുണൻ, സൂര്യഭഗവാന്റെ തേരാളിയായ അരുണൻ എൻ്റെ സഹോദരനാണ്. അദ്ദേഹം വളരെ ശക്തിമാനാണല്ലോ, സഹോദരനാണ്. 2, മാതാവായ കദ്രു അല്ല കേട്ടോ, കദ്രു, കൂന്നുവിൻ്റെ പല്ലിൻ്റെ കൊണ്ട് വന്നാണ്. കദ്രുവിൻ്റെ ദാസ്യത്വം, അതായത് കദ്രു സഹോദരിയുടെ ദാസ്യയായിരുന്നു. അത് വേറെ ഒരു കഥയാണ്, ഞാൻ പറയാം. ആ ദാസ്യത്വം ഗരുഡൻ മാറ്റിയെടുത്തു. അപ്പോൾ അതിനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. 3, പാലാഴി മഥനം ചെയ്യുന്ന സമയത്തിൽ മന്ദരപർവ്വതത്തെ സ്വന്തം കൊക്കിൽ കൊണ്ടുവന്ന് പാലാഴിയിൽ വെച്ചു. അപ്പോൾ എത്ര ശക്തിവാനായിരിക്കണം അത്. 3, ഇന്ദ്രനെ തോൽപ്പിച്ച് അമൃതം കൊണ്ടുവന്നു. ഇന്ദ്രനെ തോൽപ്പിച്ച് അമൃതം കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതും ചെയ്തു. 4, എല്ലാത്തിനും പുറമെ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഞാൻ എന്നുള്ള അഹംഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന് ഇതിനും ഒരു ചൊട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 2, സ്വന്തം സഹോദരനായ ബലരാമൻ, അദ്ദേഹത്തിനും ഒരു ചെറുതുണ്ടായിരുന്നു. കൃഷ്ണൻ ഞാൻ പറഞ്ഞതിന് മീതെ ചെയ്യില്ല, ദ്വാരകാവാസികളെല്ലാം എൻ്റെ അടിമകളാണ്, കലപ്പ കൊണ്ട് ഹസ്തിനപുരത്തെ ഞാൻ വലിച്ച് ചെരിച്ചു, കൃഷ്ണൻ പോലും ഞാൻ പറഞ്ഞതേ കേൾക്കുള്ളൂ, ഗദായുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു അഹംഭാവം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ വിചാരിച്ചു ഇയാൾക്ക് ഒരു ചൊട്ട് കൊടുക്കണം. 3, സ്വന്തം ഭാര്യയായ സത്യഭാമയ്ക്ക് ഒരു അഹംഭാവം ഉണ്ടായിരുന്നു. എന്താണ്? ഞാൻ സുന്ദരിയാണ്, സത്രാജിത്തിൻ്റെ മകളാണ്. സത്രാജിത്ത് യാദവ ഒരു രാജാവായിരുന്നു, പ്രമാണിയായിരുന്നു, പണക്കാരനാണ്. അപ്പം ഞാൻ പണക്കാരിയാണ്, സൗന്ദര്യവതിയാണ്, കൃഷ്ണൻ എപ്പോഴും എൻ്റെ അടുത്തേ ഇരിക്കുള്ളൂ, ഞാൻ പറഞ്ഞതേ കേൾക്കുള്ളൂ, നരകാസുര യുദ്ധത്തിൽ കൃഷ്ണനെ സഹായിക്കാൻ എന്നെയാണ് വിളിച്ചത്, മറ്റേ ആരെയും വിളിച്ചില്ല. ഇങ്ങനെ പാരിജാത പുഷ്പം കൊണ്ടുവന്ന പാരിജാതത്തിൻ്റെ സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന പാരിജാതത്തെ എൻ്റെ വനത്തിലാണ് വെച്ചത്, ഇങ്ങനെ ഉദ്യാനത്തിലാണ് നട്ടത്. ഇങ്ങനെയൊക്കെ പല ഇതും സത്യഭാമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? സ്വർഗലോകത്ത് ഒരു സമ്മേളനം നടത്തും. സ്വർഗത്ത് എന്നും ഉണ്ടാവും. അവിടെ നടക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ പോയി, യാദൃച്ഛികമായി പോയി. അപ്പോൾ നാരദനെ കണ്ടപ്പോൾ എല്ലാവരും എണീച്ചു നിന്ന് ബഹുമാനിച്ചു. ഗരുഡനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഗരുഡൻ മാത്രം നിന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ നീ നിൽക്കാതെ ചോദിച്ച സമയത്ത് അദ്ദേഹം നിന്നില്ല എന്ന് മാത്രമല്ല, നാരദനെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ എന്തോ ചില വാക്കുകളും പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് മനസ്സിന് ഭയങ്കര വേദന തോന്നി. ഒന്നും മിണ്ടിയില്ല. അവിടുന്ന് നേരെ ദ്വാരകയിലേക്ക് വന്നു. ദ്വാരകയിൽ വന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെയുണ്ട്. കൃഷ്ണനോട് ഈ കാര്യങ്ങൾ, അവിടുത്തെ സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, കൃഷ്ണ അങ്ങയുടെ ശിഷ്യൻ കൂടിയാണ്, ശിഷ്യൻ എന്ന് പറയാം, തേരാളി എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം, വാഹനമാണ്, പ്രധാനപ്പെട്ട വാഹനമാണ് ഗരുഡൻ, ഭക്തൻ കൂടിയാണ്. ആ വാഹനമായ ഗരുഡൻ എന്നെ അവിടെ വെച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞു. അതിന് കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചു. പരിഹാരം ഉണ്ടാക്കാം എന്ന് മാത്രം പറഞ്ഞു. അതിനുശേഷം കൃഷ്ണൻ പറഞ്ഞു, നാരദ താങ്കൾ പോയി ആ രുക്മിണിയെ ഒന്ന് വിളിച്ചുകൊണ്ട് വരും, അല്ല
സത്യഭാമയെ ഒന്ന് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. രുക്മിണി രണ്ടാം പ്രാവശ്യം വിളിക്കുന്ന, പക്ഷേ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് രുക്മിണിയും വിളിച്ചു, ആദ്യം വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു കോൺട്രവേഴ്സി കാണുന്നുണ്ട്. സത്യഭാമയെ വിളിച്ചുകൊണ്ട് വരുമെന്നാണ് പറഞ്ഞു. അപ്പോൾ സത്യഭാമയെ വിളിച്ചുകൊണ്ട് വരാൻ അദ്ദേഹം അന്തപുരത്ത് പോയി. അന്തപുരത്ത് പോയ സമയത്ത് സത്യഭാമ അലങ്കാരമായി തല ചെയ്യുകൊണ്ടും കണ്ണെഴുതിക്കൊണ്ടും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ വിളിക്കുന്നു. സത്യഭാമ കേട്ടില്ല. പിന്നെയും പറഞ്ഞു 5 പ്രാവശ്യം പറഞ്ഞിട്ടും യാതൊരു കുലുക്കവും സത്യഭാമയ്ക്ക് ഉണ്ടായില്ല. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. തിരിച്ചു വന്നു, കൃഷ്ണനെ കണ്ടു, കൃഷ്ണനോട് കാര്യം പറഞ്ഞു. അങ്ങനെയാണോ? സാരമില്ല, ഒരു കാര്യം ചെയ്യൂ, കദളി വനത്ത് പോയിട്ട് ഹനുമാൻ അവിടെയുണ്ട്, ആ ഹനുമാനെ ഒന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വരും. നാരദനാകെ സംശയമായി. ഗരുഡൻ എന്നെ അപമാനിച്ചു പറഞ്ഞ സമയത്ത് ആദ്യം എന്താ പറഞ്ഞാൽ സത്യഭാമയെ വിളിച്ചുകൊണ്ട് വരും. സത്യഭാമയെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇപ്പോൾ പറയണോ ഹനുമാനെ വിളിച്ചുകൊണ്ട് പോകും. എന്താണോ എന്തിനും ബന്ധമാവോ? ഏതായാലും കൃഷ്ണനല്ലേ, അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും പറഞ്ഞു. അദ്ദേഹം നേരെ കദളി വനത്ത് ചെന്നു. കദളി വനത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഹനുമാൻ ചമ്മരം പടിഞ്ഞിരുന്ന ധ്യാനത്തിലാണ്, മുഴുകിയ ധ്യാനം. അപ്പോൾ ഇദ്ദേഹം നാരദൻ വിളിച്ചു, ഹനുമാനെ, വായുപുത്ര, കൃഷ്ണൻ അങ്ങേ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹനുമാൻ കേട്ടില്ല. വീണ്ടും വിളിച്ചു കേട്ടില്ല. അപ്പോൾ നാരദൻ അദ്ദേഹത്തിന് സ്വയം മനസ്സിലായി, ഇദ്ദേഹം ശ്രീരാമഭക്തനാണ്, ശ്രീരാമനെ അല്ലാതെ മറ്റാരെയും വിളിച്ചാൽ അദ്ദേഹം വരില്ല എന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. അപ്പോൾ ഇനി ശ്രീരാമനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? രാമം